ശരിക്കും എന്താ പറയുന്നത്, പിന്നെ പത്മഭൂഷൺ ശ്രീ കാവാലം നാരായണ പണിക്കരുടെ മകൻ എന്ന് കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്ന വികാരം എന്താണ്? നമുക്ക് ഈ അംഗീകാരങ്ങളൊന്നും അച്ഛനും താല്പര്യമില്ലായിരുന്നു. ഒട്ടുമില്ല. അല്ല, അതെനിക്കറിയാം. അതിനകത്ത് കാവാലം നാരായണ പണിക്കർ എന്നൊരാളുടെ മകൻ എന്നുള്ളതിൽ കാണുമ്പോൾ ഈ ഒരു അനുഭവം വീട്ടിൽ നിന്ന് കിട്ടിയ ഈ കവിതയുടെയും നാടകത്തിൻ്റെയും ഒക്കെ അനുഭവം തന്നെയാണ്, ആകത്തുകയാണ് ഞാനെന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പിന്നെ സംഗീതത്തിലും അല്ല, അദ്ദേഹത്തിന് ജ്ഞാനമാണല്ലോ. അല്ല, അത് തന്നെ. അപ്പം അതിൽ ഈ സാഹിത്യം കൃത്യമായിട്ട് മനസ്സിലാകണം ഒരു മനുഷ്യന് എന്നുള്ളത് ഒരു നിഷ്കർഷയായിരുന്നു അച്ഛന്. അത് കവിതയിൽ നിന്ന് അത് ചൊല്ലിയും ഒക്കെ എനിക്ക് കിട്ടിയ ഒരു കാര്യമാണ്, അറിയാതെ കിട്ടിയ, വീണ് കിട്ടിയ ഒരു കാര്യമാണ്. അല്ലാതെ പഠിപ്പിച്ചിട്ട് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം അല്ലേ? തീർച്ചയായിട്ടും. കാരണം വേറൊന്നുമല്ല, എന്താ പാട്ടുകൾ. കാരണം ഈ എഴുതി വെച്ചിരിക്കുന്ന ലളിതഗാനങ്ങളായാലും ഘനശ്യാമ സന്ധ്യാഹൃദയം, അതുപോലെ തന്നെ മുത്തുകൊണ്ട് എൻ്റെ മുറന്നിറഞ്ഞു, നിറങ്ങളെ പാടൂ കളമിതിലെഴുതിയ ദിവ്യാനുരാഗ സ്വരമയലഹരിതൻ ലയഭര വസന്ത നിറങ്ങളെ. ഇത് ഒരു നിറങ്ങളെ കൊണ്ട് പാടിക്കുകയാണ്. അപ്പോൾ അത് ഈ കളമെഴുത്ത് പാട്ടിന്റെ ഒക്കെ ഒരു ഇമേജ്, ഇങ്ങനെ നിറങ്ങളുണ്ടാവുള്ളൂ ഈ ദേവിയുടെ കളം വരയ്ക്കുന്നത്. അതൊക്കെ പാട്ടിൽ സന്നിവേശിപ്പിക്കാന്ന് പറയുന്നത് ചില്ലറ കാര്യമില്ല. അയ്യോ, എനിക്കൊരു വലിയൊരു അനുഭവമുണ്ട്, ഒരുപാട് അനുഭവമുണ്ട്. ചേട്ടനും കവാലൻ സാറും ഒരു പാട്ട് എഴുതിയ 2 ദിവസം തല്ല. സൗന്ദര്യ പിണക്കമാണ്. എന്നിട്ട് ആരെങ്കിലും ഒരാൾ അങ്ങോട്ട് വിളി, ചേട്ടോ ആശ എവിടെ ഉണ്ട്, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. പിന്നെ കഴിഞ്ഞു, പിന്നെ അടുത്ത പാട്ടായി. അപ്പോൾ ഒരു പാട്ടിന് 2 തല്ലെന്നാ അതിൻ്റെ ഒരു. എപ്പോൾ ചോദിച്ചാലും ഒരു പാട്ട് എഴുതരുക നമ്മുടെ ആവശ്യങ്ങൾക്ക്, അപ്പം എഴുതരും. അപ്പോൾ ഒന്ന് മൂളിക്ക് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അനുപല്ലി പല്ലി വായിക്കഴിഞ്ഞാൽ എന്നാൽ അനുപല്ലി എങ്ങനെ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് അതൊന്ന് മൂളിക്ക്. ഈ മൂളിയാലേ അടുത്ത വരുള്ളൂ. അത് രാജശേട്ടനായിട്ട് ഇരിക്കുമ്പോഴും അതെ പല്ലവി ഒന്ന് ഒരു എഴുതി കൊടുത്തത്, 2 പേര് എഴുതി കൊടുത്തത്. ഇവര് തമ്മിൽ വഴക്കുവതാണ്. ചേട്ടനെന്ന് എഴുതി, ഞാൻ എന്നിട്ട് മൂളാന്ന് പറയും. അപ്പോൾ പറയും നീ ഒന്ന് മൂള് എന്നിട്ട് ഞാൻ എഴുതാന്ന് പറയും. ഒരു ചേട്ടൻ്റെ കാവാലൻ സാറിൻ്റെ ഒരു പാട്ട്, പൂമുണ്ടും തോളത്തിട്ട് പൂക്കച്ച കെട്ടും കെട്ടി പുരക്കളി കാണാൻ വന്നു മാരൻ പൂമാരൻ. പൂമുണ്ടും തോളത്തിട്ട് പൂക്കച്ച കെട്ടും കെട്ടി പുരക്കളി കാണാൻ വന്നു മാരൻ പൂമാരൻ പുതുമാരൻ പുതുപുത്തൻ പൂമാരൻ. ഇത് ദാസേട്ടൻ പാടിയത്. അതെ, ഞാൻ ആ പാടുമ്പോൾ അവിടെ ഒരു സാക്ഷിയായിരുന്നു അവിടെ. അതും ഘനശ്യാമയൊക്കെ പാടുമ്പോൾ 2 പാട്ട് ഒരുമിച്ച് പാടി. ശരിക്കും ഓൾ ഇന്ത്യ റേഡിയോയിൽ ഇപ്പോഴും ആ പാട്ടിട്ട് കേട്ട് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഡിജിറ്റൽ ഉണ്ടല്ലോ, മാറി നിൽക്കും. അതെ, ആ ഒരൊറ്റ മൈക്കിൽ ദാസേട്ടനും ഓർക്കസ്ട്ര എല്ലാം കൂടെ റെക്കോർഡ് ചെയ്ത പാട്ടാണ്. ഞാൻ മിക്കവാറും അവിടെ പോകുമ്പം എന്നെ എന്തെങ്കിലുമൊക്കെ അവതരണത്തിനോ ഇൻ്റർവ്യൂവിനോ ഒക്കെ വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ പറയും ആദ്യം ഈ പാട്ടൊന്നിട്ട് കേൾപ്പിക്കാൻ പറയും. അത് 2003 അതിനെ ഒന്ന് ഡിജിറ്റലൈസ് ചെയ്ത് ഞാൻ നന്നായി അവിടുത്തെ ASD ചെയ്തല്ലേ. ASD. അപ്പോൾ എനിക്കൊരു പണി അവിടെ അല്ല, ഒരു 4 ASDമാർ അവിടെ ഉണ്ട്. ഒരു പണിയിലായിരിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു പഠിച്ച പണിയാണ് ഡിജിറ്റലൈസ്. അങ്ങനെയാണ് ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചത്. അങ്ങനെ ഈ പാട്ടുകൾ, ഞാൻ ഇത്തരം പാട്ടുകൾ, നല്ല പാട്ടുകളൊക്കെ ആദ്യം ഞാൻ ചെയ്തു വെച്ചു. അതിങ്ങനെ പ്ലേ ചെയ്ത് കമ്പ്യൂട്ടറിലാക്കി. അങ്ങനെ കൊണ്ട് അവിടെ ഒരു രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ മറ്റേ ആ ടേപ്പ് ആകുമ്പോഴത്തേക്ക് പൊട്ടിപ്പോവും. അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് വേറെ ആരെങ്കിലും എടുക്കും ഇറേസ് ചെയ്തിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടം ഞാനൊക്കെ ആദ്യം പാടിയത് ഓൾ ഇന്ത്യ റേഡിയോയിൽ ആ മൈക്കിലാണ്. അക്കാലത്ത് ഷെയ്ക്കുട്ടൻ്റെയൊക്കെ പാട്ടുകൾ ഈ കമേഴ്ഷ്യൽ സർവീസിലും അതെ മെയിൻ സർവീസിലൊക്കെ ധാരാളം വന്നു. അത് വലിയൊരു അല്ല, ആദ്യമായിട്ട് ആ മൈക്കിൽ പാടുമ്പം എന്നിട്ട് തിരിച്ചു പോയി കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ. അത് ചേർത്തല ഗോപാലനായ സാറ് എന്നെ രശ്മി എന്ന് പറഞ്ഞ പ്രോഗ്രാമിന് വളരെ പണ്ട്, ശ്രീറാമിൻ്റെ അച്ഛൻ, അതൊരു കാലം, ചൈന ടൗൺ, അതിനകത്തൊരു പാട്ട് പാടി. പിന്നെ അതൊരു അതിന് പാടാൻ മറ്റേ ഒരു എല്ലാവരും കൂടെ പാടാൻ ഒരു പാട്ടാണ് ആദ്യം. അതിൽ കുറച്ച് പാടി, പക്ഷെ അതിൽ അതേ പാട്ട് തന്നെ ഒരു എൻ്റെ രീതിയിൽ പാടിക്കോളം പറഞ്ഞു, ഫോക്ക് ടൈപ്പിൽ. ആരാണ് കൂട്ട് എന്നുള്ള മറ്റുള്ളൊരു നേരാണ് ഒരു പാട്ടാണ്, ഒരു ഫോക്ക് ടൈപ്പിൽ. ഈ ഫോക്കിൻ്റെ ഈ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഈ നാടകഗാനങ്ങൾ ഫോക്ക് സ്റ്റൈലിൽ അച്ഛൻ്റെ കുറേ പാട്ടുകളുണ്ടല്ലോ. അത് ഈ അന്നത്തെ ഈ നാടക സങ്കല്പത്തിലുള്ള ഈ റെക്കോർഡഡ് പ്ലേ ബാക്ക് അങ്ങനെ സാധനം അല്ല. നാടകം എന്ന് പറഞ്ഞാൽ
ഡയലോഗ്സും പാട്ടുമായിട്ട് ഒരുമിച്ച് നടന്മാർ തന്നെ പാടുന്ന, ഇപ്പൊ ഗോപിയണ്ണൻ കൊടിയേറ്റം, ഗോപിയണ്ണൻ വേണിച്ചേട്ടൻ, ഇവരൊക്കെ പാടി സ്റ്റേജിൽ തന്നെ. മോഹൻലാൽ ഒരു ചെയ്തില്ല, അത് കർണഭാരം, അത് സംസ്കൃത നാടകമാണ്. അതുമൊക്കെ ഡയലോഗ് എന്താ മ്യൂസിക്കൽ റെൻഡറിങ് ആണുള്ളത് എല്ലാം. പിന്നെ അത് ഈ അവനവൻ കടമ്പലാണ് കുറച്ച് വളരെ രസകരമായിട്ടുള്ള. ഇപ്പം അശകുശലേ പെണ്ണുണ്ടേ ചിത്തീര പെണ്ണുണ്ടേ അഴകുഴമ്പനാണുണ്ടേ അല്ലി മലരമ്പനാണുണ്ടേ അശകുശലേ ആണുണ്ടേ. അങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ചിത്തിരപ്പെണ്ണും ആ രണ്ടുപേരും കൂടെ ഈ പാട്ട് പരീക്ഷ ഒന്നാമൻ, അതാണ് വേണിച്ചേട്ടൻ. അങ്ങനെയൊക്കെയുള്ള കുറേ എന്താ പറയണ്ട, അപ്പം ആക്ടേഴ്സ് തന്നെ പാടുന്ന അല്ലെങ്കിൽ പിൻപാട്ടുകാർ ഏറ്റു പാടുന്ന ഒരു സമ്പ്രദായം, ഒരു ശൈലിയാണ് അച്ഛൻ്റെ നാടകം. അല്ലെ, എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഒരു ലൈബ്രറിയിൽ എന്താണ് ഒരു റെഫറൻസ് ആയിട്ട് ഉണ്ടോ? അത് ഇല്ല, അങ്ങനെ ഒരു സ്ക്രിപ്റ്റൊക്കെ ഉണ്ട്. ആ നടന്മാർ ഇപ്പോഴും അത് അഭിനയിക്കുന്നുണ്ട്, പാടുന്നുണ്ട്. ഞാൻ പറയുന്നത് അതൊക്കെല്ലാം സമാഹരിച്ചിട്ട് കവാലൻ സാറിൻ്റെ ഒരു ഗ്രന്ഥം എന്നുള്ള രീതിയിൽ കുറേ. അച്ഛൻ അവസാന കാലത്ത് ഒരു ആഗ്രഹമാണ്, അച്ഛൻ ഇതുവരെ എഴുതിയിട്ടുള്ള സിനിമാ പാട്ടുകൾ, കവിതകളല്ല, സിനിമായതര ഡിവോഷണൽ സോങ്സ്, അങ്ങനെ അതെല്ലാം കൂടെ കളക്ട് ചെയ്തിട്ടൊരു വലിയ ഒരു മോഹം ഉണ്ടായിരുന്നു. നാടകം, അതെ, എത്ര നാടകം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നടന്നില്ല. അയ്യോ, അത് ചെയ്യണം ശ്രീകുമാർ, കാരണം അല്ലെങ്കിൽ ആരെങ്കിലും ഏൽപ്പിക്കണം. കാരണം നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കോപ്പികൾ പറ്റ വല്ലയിലും ഉണ്ട്. കാരണം ഓരോ പ്രാവശ്യം എഴുതി കൊടുത്ത് ഇതൊന്നും അച്ഛൻ ചിലപ്പോൾ സൂക്ഷിക്കില്ല. അപ്പൊ അങ്ങനെ ഒത്തിരി ചെറിയ കിടപ്പുണ്ട്. മോഹിനിയാട്ടത്തിന് വേണ്ടി ധാരാളം പദങ്ങള്, അതിന്റെ കുറെ കാര്യങ്ങൾ പണ്ടുതൊട്ടേ ചെയ്തിരുന്നു. അതൊരു എല്ലാ ഇതാണ്, ഓരോ കള്ളിയാണ് അച്ഛൻ്റെ, ഓരോ അറകളാണ്. പത്മനാഭസ്വാമിയുടെ ഓരോ അറകളാണ് മോഹിനിയാട്ടത്തിന്റെ പാട്ടുകള്. അതുമായിട്ടുള്ള കുറെ അസോസിയേറ്റഡ് കുറെ ആൾക്കാരുണ്ട്. ഇപ്പം കനകറിലെ ഭാരതി ശിവ, ഇങ്ങനെ കുറെ പാട്. എന്തായാലും നമ്മുടെ ഗവൺമെന്റ് തന്നെ അതിനൊരു മുൻകൈ എടുക്കേണ്ട കാര്യമാണ്. കാരണം ഇത്രയും വലിയൊരു ജീനിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരുപാട് അറകളിൽ സൂക്ഷിച്ചിരിക്കുന്ന നിരവധി രത്നങ്ങൾ, കവിതകൾ തന്നെ ധാരാളം. കുറെ വേണിച്ചേട്ടൊക്കെ പാടി നടന്ന മണ്ണെന്നൊക്കെ പറഞ്ഞ കവിതകളുണ്ട്. തെന്നം തെയ്യന്നം ഗ്രഗതിന്തിന്നം താരോ ഗർഗുതിത്തെന്നം തെയ്യന്നം ഗ്രഗുതിന്തിന്നം താരോ അടിമാളിങ്ങടുത്തോ എന്റെ മണിങ്ങടുത്ത് എൻ മന്ത്രവാദത്തിനങ്ങ പോയി മാറട്ടെ എന്റെ ഭഗവാനേ ദുരിതളിയോ സൂര്യരേ മാമായോ കിഴക്കങ്ങ പഴുക്കങ്ങ പഴുക്കും മേക്കങ്ങ ഗർഗതിത്തന്നം തെയ്യന്നം കർഗുതിന്തിന്നം താരോ ഗർഗുതിത്തന്നം തെയ്യന്നം തഴുതിന്തിന്നം ആത്തിന്തോ തിന്താരോ തകതേയകത്താരോ തിന തിന്ത തിന്താരോ തകതേയകത്താരോ. ഇങ്ങനെ പറഞ്ഞ വേറെ സാഹിത്യം ആ താളത്തിൽ വരും. ഇങ്ങനെ ഒരു കുടം ഒഴുകി പോകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഏകപട ദ്വിപട ത്രിപട ചതുർ പഞ്ചപട ഷഷ്ടാടപത ത്രിപുതക്കുതിഠിം ഗോമങ്കോടാടി മടീടി മകുപ കുപ കൂപ കൂപ. ഇത് പണ്ട് ഈ പിന്നെ ഒരു രൂപം ഉണ്ടായിരുന്നു, മറ്റേ കാക്കാരിശി നാടകം. അതിലെ ഈ ചെപ്പുകുടം എങ്ങനെയാണ് കുളത്തില് പരമ്പരാഗതമായിട്ടൊരു സാധനമാണ്. അതിന് അച്ഛനൊന്ന് മോഡിഫൈ ചെയ്ത് ഇങ്ങനെ ആക്കി. അച്ഛനിടക്കാലത്തെ ഇങ്ങനെ ട്രൂപ്പ് ഉണ്ടായിരുന്നു പണ്ട്, നാടകത്തിനൊക്കെ മുമ്പ്. ഈ കക്കാരിശി നാടകം ഒരു സംഘം ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെയാണ് പിന്നെ നാടകത്തിലേക്ക് രാജശേഖരൻ എടുത്തിട്ടുണ്ട് ഒരു